2 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഗാസ സമാധാനത്തിലേക്ക്. സമാധാന കരാറിന്റെ ആദ്യഘട്ടം നടപ്പാക്കാൻ ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയായി. US മുന്നോട്ട് വെച്ച 20 ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണപ്രകാരം ബന്ദികളെയെല്ലാം ഹമാസ് ഉടൻ മോചിപ്പിക്കും. ഗാസയിൽ നിന്ന് ഇസ്രായേലും സൈന്യത്തെ പിൻവലിക്കും. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം 2 വർഷം പിന്നിടുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും അമേരിക്കൻ ഐക്യനാടുകൾക്കും മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഇന്നൊരു മഹത്തായ ദിവസമാണ്. ഇത് സാധ്യമാക്കാൻ മധ്യസ്ഥത വഹിച്ച ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് നന്ദി. സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹീതർ, ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കരാർ അംഗീകരിക്കുന്നതിനായി ഇന്ന് സർക്കാർ യോഗം ചേരുമെന്നും ബന്ദികളെയെല്ലാം ഉടൻ വീട്ടിൽ തിരിച്ചെത്തിക്കാനാകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം വെടിനിർത്തൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ട്രംപിനോടും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളോടും ഹമാസ് ആവശ്യപ്പെട്ടു. കരാർ ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന ബന്ദികളെ കൈമാറുമെന്നും ഹമാസ് അറിയിച്ചു. എന്നാൽ 20 സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം അംഗീകരിക്കപ്പെട്ടെങ്കിലും മറ്റ് നിർദ്ദേശങ്ങളായ യുദ്ധാനന്തര ഗാസയിലെ ഭരണ സംവിധാനം, പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ ഭാവി തുടങ്ങിയവയിൽ എന്താകുമെന്ന് വ്യക്തത വന്നിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.